ഹലോ, എല്ലാവർക്കും ശ്രീദേവി കൊമ്പിളി ലോസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ തുടക്കം തന്നെയുള്ള പരിപാടിയാണിത്. നമ്മുടെ ആപ്പിളിനെ കുളിപ്പിക്കണതാണ്. ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ അവളെ കുളിപ്പിക്കണതാണ്. പിന്നെ നമ്മൾ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകേണ്ടതാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എണീറ്റ് കഴിഞ്ഞ് രാവിലെ കുറച്ച് കിച്ചണിലൊക്കെ കുറച്ചൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ തന്നെ പാവം തോന്നി എനിക്ക് രാവിലെ തന്നെ മേത്ത് വെള്ളം കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ അത് നിന്ന് ചൂടല്ലേ, അപ്പം അത് കാരണം അവനൊരു സുഖം കിട്ടി. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ കുളിപ്പിച്ച് മിടുക്കനാക്കി. അങ്ങനെ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു. നമ്മുടെ ജോലികളാണ്. അപ്പം ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കി, കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടോ. പിന്നെ സാമ്പാർ, അതൊക്കെയായിരുന്നു നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരാൾക്ക് ദോശ വേണം. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കി. അപ്പം ഇഡ്ഡലി രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കി. അങ്ങനെ രാവിലെ തന്നെ വലിയൊരു പണി കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ തുടക്കം തന്നെ അവനെ കുളിപ്പിക്കലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ എടുത്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു മഴ കിട്ടാത്ത കാരണം ഭയങ്കര ചൂടാണ്. ഒരു രക്ഷയില്ലേ. ചൂടെന്ന് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. നമ്മുടെ കോട്ടയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇങ്ങോട്ട് ഇപ്പോൾ മഴയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിന് എന്താ പറയുക, അയില ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കനുണ്ട്, അതൊന്ന് കറി വെക്കണം. അങ്ങനെ കാത്തും ചേട്ടനും ഒക്കെ കഴിക്കാനിരുന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനും ഇരുന്ന്. അപ്പോൾ ഞാൻ ദോശ ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചിങ്ങ സാധാരണ മെഴുക്ക് പുരട്ടി വെക്കാറാണ് പതിവ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തോരനാണ് വെച്ചത്. അപ്പം നല്ല അച്ചിങ്ങയായിരുന്നു. നല്ല എന്താ പറയുക, മൂക്കാത്ത ഇളയ അച്ചിങ്ങയായിരുന്നു. അപ്പോൾ സാധാരണ ഞാൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കും. മീൻസ് നമ്മുടെ ഒന്നിലെ പേപ്പർ നോക്കും, അതല്ലെങ്കിൽ മൊബൈൽ നോക്കും. മൊബൈൽ തൊട്ടാൽ പിന്നെ നമ്മൾ സമയം പോകണം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊബൈലൊന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം അരിഞ്ഞിട്ട് കുറച്ച് നേരം ഒത്തിരി വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ടാണ് പിന്നെ നമ്മൾ തോരനൊക്കെ വെക്കുകയുള്ളൂ. അപ്പോൾ അച്ചിങ്ങ മുഴുവത്തോടുകൂടി നമുക്ക് പാത്രത്തിലോട്ടിട്ട് ഉപ്പുവെള്ളത്തിലിടാൻ പാടല്ലേ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ അരിഞ്ഞിട്ട് വെക്കും. പിന്നെ കുറച്ച് വെള്ളം പാലാൻ വേണ്ടി ഇച്ചിരി നേരം വെക്കും. അങ്ങനെ അച്ചിങ്ങ തോരൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത്.
നമുക്കിന്നൊരു മത്തങ്ങ ചാറ് വെക്കേ. മത്തങ്ങ തേങ്ങ അരച്ച് വെക്കണേണ്. അപ്പം ഇത് ഞാൻ എറണാകുളത്തൊക്കെ പരിപ്പും കൂടി ഇട്ട് വെക്കും. ഇപ്പം ഞാൻ വെറുതെ തേങ്ങ അരച്ചാണ് വെക്കണേ. കുക്കറിൻ്റെ അകത്തോട്ട് മത്തങ്ങ ഇട്ട് 2 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ സാധാരണ അരപ്പ് നമ്മൾ മോര് കറിക്കൊക്കെ ഉണ്ടാക്കൂലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പം ഞാനതൊന്ന് കഴുകി വെച്ചിട്ട് വരട്ടെ. അപ്പം കുക്കറിലിടുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമേ. ഈ ചൂട് കൂടിയ പിന്നെ നിങ്ങൾ എത്ര ഡ്രസ്സ് മാറും ഒരു ദിവസം? ഞാൻ 2-3 മാറുമേ. അതുപോലെ ഇതാണ് എനിക്ക്. ഇനി നമുക്ക് 2 പച്ചമുളക് ഇടണം. ഒരു 3-4 വിസിൽ. അപ്പോഴത്തേക്കും നമുക്കിത് മഞ്ഞപ്പൊടി ഇട്ട് വെക്കാനേ. അപ്പം ഞാൻ അതേ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ മത്തങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ചിക്കൻ വെക്കാൻ പോകണേ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് എന്നിട്ട് പുരട്ടി വെച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വേറെ എക്സ്ട്രാ മസാല ഒന്നും ഇട്ട് കൊടുക്കട്ടെ. നമ്മളിനി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം. ഉപ്പും എല്ലാം ഇട്ട് കൊടുത്താണേ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് 1 മിനിറ്റ് ഒന്ന് വേവിക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങും. നമുക്ക് അതേ നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടാ. ഇനി നമുക്കതൊന്ന് മാറ്റാം. ഇനിയിപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടാക്കി
അരപ്പൊക്കെ ഇട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ടുള്ള താളിച്ചിടാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ ഞാനതിൻ്റെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തേ, ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താളിച്ചൊന്നിടണം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, എനിക്ക് തുണിയൊന്നും വിരിച്ചിട്ടില്ല. ആവശ്യത്തിന് നോക്കുമ്പോൾ കടുക് പൊട്ടത്തുമില്ല, ഒന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് അതിനെ താളിച്ചിട്ടുണ്ട്. മത്തങ്ങ റെഡിയായി. ഇനി നമുക്ക് ചീരയും കൂടി വെക്കാം, തോരൻ. അപ്പോൾ ചീര ഞാൻ 2 ബോക്സിലാക്കി ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചായിരുന്നേ. അപ്പോൾ അതിപ്പോൾ എളുപ്പമായി. അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. മത്തങ്ങ, ചീരത്തോരൻ, ചിക്കൻ, പിന്നെ ഇച്ചിരി കൊഴു വറക്കാനുണ്ട്. അതെ, ഞാനൊന്ന് ബോക്സിലാക്കി വെച്ചിരുന്നു പറഞ്ഞു. അപ്പം ഞാൻ ചീരയുടെ കാര്യം ഞാൻ മറന്നുപോയേ ഇരിക്കുന്നത്. ഞാനിപ്പം അച്ചിങ്ങ തോരൻ വെച്ചതിന് ശേഷമാണ് ചീര കാണുന്നത്. അപ്പോൾ പിന്നെ ചീര അധികം ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അഴുക്കാവും. അപ്പോൾ അതുകൊണ്ട് ചീരയും കൂടി തോരൻ വെച്ചു. അപ്പോൾ അത് അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് അയില മീനാണ്, ചെറിയ അയിലയാണ്. അത് കാരണം ഞാൻ അങ്ങനെ തന്നെ ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.